ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയും സൂപ്പർ ഹിറ്റ് സംവിധായകൻ ജോഷിയും ഒരുമിച്ച് 1986 പുറത്തിറങ്ങിയ ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച മമ്മൂട്ടി ജോഷി ടീം എന്നാൽ 1986 പുറത്തിറങ്ങിയ മിക്ക ചിത്രങ്ങളും സാമ്പത്തികമായി വിജയം കൈവരിച്ചില്ല. ആകെ 6 ചിത്രങ്ങളാണ് 1986 മമ്മൂട്ടി ജോഷി കൂട്ടുകെട്ടിലൊരുങ്ങിയത്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. 86 മമ്മൂട്ടിയെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്ത ആദ്യത്തെ ചിത്രമായിരുന്നു ജനുവരി 23 തിയേറ്ററുകളിലെത്തിയ ശ്യാമ. നദിയ മൊയ്തു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ മമ്മൂട്ടിയായിരുന്നു നായക കഥാപാത്രമായി എത്തിയത്. മുകേഷും തരക്കേടില്ലാത്ത വേഷം കൈകാര്യം ചെയ്ത ശ്യാമ കുടുംബ പ്രേക്ഷകരുടെ ഇടയിൽ നല്ല ചിത്രമെന്ന അഭിപ്രായം നേടിയെടുത്ത് ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുക്കാനായി. ജൂബിലി പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രം ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിലൊരുങ്ങിയ മനോഹരമായൊരു കുടുംബ ചിത്രമായിരുന്നു. പ്രമുഖ കേന്ദ്രങ്ങളിൽ 50 ദിവസം പ്രദർശിപ്പിച്ച ശ്യാമ രഘുകുമാർ സംഗീത സംവിധാനം നിർവഹിച്ച 2 സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ കൊണ്ടും ഏറെ ശ്രദ്ധ നേടി. ലാലു അലക്സ്, സുമലത, KP ഉമർ, മാളാരവിന്ദൻ തുടങ്ങിയവരായിരുന്നു ശ്യാമയിലെ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 1986 മമ്മൂട്ടിയും ജോഷിയും ഒരുമിച്ച രണ്ടാമത്തെ ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 11 തിയേറ്ററുകളിലെത്തിയ ക്ഷമിച്ചു എന്നൊരു വാക്ക്. കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി ശോഭനയായിരുന്നു എത്തിയത്. കലു ഡെന്നിസ് തിരക്കഥയൊരുക്കിയ ഈ ചിത്രം വിഷു സീസണിന്റെ അഡ്വാൻറ്റേജിൽ തരക്കേടില്ലാത്ത ചിത്രം എന്ന പേര് നേടിയത് കൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു. പ്രമുഖ കേന്ദ്രങ്ങളിൽ ഈ ചിത്രം 100 ദിവസം പ്രദർശിപ്പിച്ചു. മുകേഷ്, ഗീത, ജഗതി ശ്രീകുമാർ തുടങ്ങിയവരും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ ഉർവശി അതിഥി വേഷത്തിലെത്തിയിരുന്നു. JB കമ്പൈൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ശ്യാമായിരുന്നു നിർവഹിച്ചത്. 1986 മമ്മൂട്ടി ജോഷി കൂട്ടുകെട്ടിലൊരുങ്ങിയ 6 ചിത്രങ്ങളിൽ 100 ദിവസം പ്രദർശിപ്പിച്ച ഏക ചിത്രം കൂടിയായിരുന്നു ക്ഷമിച്ചോ എന്നൊരു വാക്ക്. 1986 മമ്മൂട്ടി ജോഷി ടീം ഒരുമിച്ച മൂന്നാമത്തെ ചിത്രമായിരുന്നു ഓഗസ്റ്റ് 15 തിയേറ്ററുകളിലെത്തിയ 1000 കണ്ണുകൾ. തമിഴ് സൂപ്പർ ചിത്രമായ 100ാമത് നാൾ എന്ന ചിത്രത്തിന്റെ റീമേക്കായി പുറത്തിറങ്ങിയ ഈ ചിത്രം ഏറെ പ്രതീക്ഷയോടെയായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നതെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശോഭിച്ചില്ല. ഡെന്നിസ് ജോസഫ് തിരക്കഥയൊരുക്കിയ ഈ ചിത്രത്തിൽ രതീഷ് ആയിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ശോഭന നായികയായെത്തിയ ഈ ചിത്രത്തിൽ രാജലക്ഷ്മി, ജോസ് പ്രകാശ് തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങളിലെത്തി. പ്രകാശ് മൂവി ടോൺ നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം രഘുകുമാർ ആയിരുന്നു നിർവഹിച്ചത്. 86 മമ്മൂട്ടി ജോഷി ടീം ഒരുമിച്ച അടുത്ത ചിത്രമായിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 12 തിയേറ്ററുകളിലെത്തിയ ഫാമിലി ഡ്രാമ ചിത്രം സായം സന്ധ്യ. സുരേഷ് ഗോപി വില്ലൻ വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ ഗീതയും മോനിഷയുമായിരുന്നു നായികാ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഡെന്നിസ് ജോസഫ് തന്നെ തിരക്കഥയൊരുക്കിയ ഈ ചിത്രം എവർഷൈൻ പ്രൊഡക്ഷൻസ് ആയിരുന്നു നിർമ്മിച്ചത്. തരക്കേടില്ലാത്ത ചിത്രമെന്ന പേര് നേടിയെങ്കിലും 86 ഓണത്തിനിറങ്ങിയ നിരവധി മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങളുടെ കുത്തൊഴുക്കിൽ സായം സന്ധ്യ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറി സായം സന്ധ്യ. ശ്യാമായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 86 പുറത്തിറങ്ങിയ മമ്മൂട്ടി ജോഷി ടീം ഒരുമിച്ച 5ാമത്തെ ചിത്രമായിരുന്നു ഓണത്തിന് തന്നെ തിയേറ്ററുകളിലെത്തിയ ന്യായവിധി. സെപ്റ്റംബർ 14 കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഈ ചിത്രം ഒരു ആക്ഷൻ എന്റർടൈനർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. ജൂബിലി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജോയി തോമസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ മമ്മൂട്ടിയെ കൂടാതെ സുകുമാരൻ, ലാലു അലക്സ് തുടങ്ങിയവരും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ശോഭന നായികയായെത്തിയ ഈ ചിത്രം ഓണത്തിനിറങ്ങിയ 8ഓളം ചിത്രങ്ങളുടെ ഇടയിൽ വേണ്ട രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടാതെ പോയതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായി മാറി. ഡെന്നിസ് ജോസഫ് തന്നെ തിരക്കഥയൊരുക്കിയ ഈ ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് MK അർജുനായിരുന്നു. 1986 മമ്മൂട്ടി ജോഷി കൂട്ടുകെട്ടിലൊരുങ്ങിയ 6ാമത്തെ ചിത്രമായിരുന്നു ഒക്ടോബർ 9 തിയേറ്ററുകളിലെത്തിയ വീണ്ടും. ഒരു ഫാമിലി എന്റർടൈനർ കാറ്റഗറിയിലുള്ള ഈ ചിത്രത്തിന്റെ തിരക്കഥയും ഡെന്നിസ് ജോസഫിൻ്റെതായിരുന്നു.
വിജയ ഫിലിം സർക്യൂട്ട് നിർമ്മിച്ച ഈ ചിത്രത്തിൽ രതീഷ്, MG സോമൻ, മാള അരവിന്ദൻ, ലാലു അലക്സ് തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. തമിഴ് നടി ജയശ്രീ ആദ്യമായി മലയാളത്തിൽ നായികയായി അരങ്ങേറ്റം കുറിച്ച വീണ്ടും കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അണിയിച്ചൊരുക്കിയെങ്കിലും അക്കാലത്ത് മമ്മൂട്ടി ചിത്രങ്ങൾ നേരിട്ട ആവർത്തന വിരുദ്ധത ഈ ചിത്രത്തെയും ബാധിച്ചു. അതുകൊണ്ട് തന്നെ വീണ്ടും ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായി മാറി. ഔസേ ബച്ചനായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ആകെ സമ്മറി നോക്കുമ്പോൾ 86-ൽ മമ്മൂട്ടി ജോഷി കൂട്ടുകെട്ടിലൊരുങ്ങിയ ചിത്രങ്ങളിൽ 5 ചിത്രങ്ങളുടെയും തിരക്കഥ ഡെന്നിസ് ജോസഫിൻ്റെതായിരുന്നു. ഒരു ചിത്രം കലു ഡെന്നിസ് തിരക്കഥ ഒരുക്കി. ഈ 6 ചിത്രങ്ങളിൽ 2 ചിത്രങ്ങൾ ഹിറ്റ് സ്റ്റാറ്റസ് നേടി. ബാക്കി 4 ചിത്രങ്ങളും പരാജയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ 86-ലെ മമ്മൂട്ടി ജോഷി കൂട്ടുകെട്ടിന്റെ സക്സസ് റേഷ്യോ 33% ആണ്. ഇത്രയുമാണ് 1986-ൽ മമ്മൂട്ടി ജോഷി കൂട്ടുകെട്ടിലൊരുങ്ങിയ ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.